തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസ്. വഴിതടയൽ, ഗതാഗതം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ കെ ജി താര, ഡോക്ടർ എം ബി മത്തായി, ജോസഫ് സി മാത്യു എന്നിവർക്കും സമര നേതാക്കൾക്കുമെതിരെ കേസെടുത്തിരിക്കുന്നത്. അതേസമയം സമരമേറ്റെടുത്ത് ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്. പിന്തുണയറിയിച്ച ശശി തരൂർ എം പി സമരപ്പന്തലിലെത്തി. എന്നാൽ ആശാവർക്കർമാർക്കെതിരായ അധിക്ഷേപം CPM ഇന്നും തുടർന്നു. സമരം നടത്തുന്നത് ഈർക്കിലി സംഘടനയാണെന്ന് എളമരം കരീം പരിഹസിച്ചു. സർക്കാർ പണം കയ്യിൽ വെച്ചിട്ട് ആശാവർക്കർമാർക്ക് നൽകാത്തതല്ലെന്ന് മന്ത്രി KN ബാലഗോപാലും പ്രതികരിച്ചു. കേൾക്കാം. ഈ NHMന്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം സ്തംഭിപ്പിക്കുന്ന ഒരു സമരത്തിലേക്ക് ഒരിക്കലും ട്രേഡ് യൂണിയനുകൾ പോകാറില്ല. ഞങ്ങൾ കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്, എല്ലാ ട്രേഡ് യൂണിയനും ഒരു മീറ്റിംഗ് വിളിക്കണം, ഈ പ്രശ്നത്തിൽ ഒരു ചർച്ച നടത്തിയിട്ട് ഈ മേഖലയിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ സമരം ചെയ്യുന്ന ആളുകൾക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല, അവർക്കത് അറിയുമെന്ന് തന്നെ എനിക്കറിയില്ല. അവരെന്തോ ചെയ്യുന്നു. ഈ ജീവിത പ്രയാസം കൊണ്ട് ഏതെങ്കിലും വിധത്തിൽ എന്തെങ്കിലും ആനുകൂല്യം കിട്ടിയാൽ തിരക്കേടില്ല എന്ന് ആർക്കാ തോന്നാത്തത്? അങ്ങനെയൊക്കെ കുറച്ച് ആളുകൾ പോയിട്ടുണ്ടാവാം. അത്തരം ഒരു വിഭാഗീയ സമരം കൊണ്ട് ഒരു നേട്ടം ഉണ്ടാക്കാൻ കഴിയില്ല. കയ്യിലെന്തോ പണം വെച്ചിട്ട് ചെയ്യാത്തതാണ് എന്നുള്ള തരത്തിലേക്ക് പറയാൻ പാടില്ല. ആരും അധിക്ഷേപിച്ചിട്ടില്ലല്ലോ. അങ്ങനെ അധിക്ഷേപിച്ച് ആരും പറഞ്ഞതായിട്ട് ഒരു ഇതും ഇല്ല. അധിക്ഷേപിച്ചിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ വല്ലതും പറഞ്ഞു കാണും, അധിക്ഷേപിച്ച് പറയത്തില്ല. കാരണം CITUവിൻ്റെ നേതാക്കന്മാരങ്ങനെ അധിക്ഷേപിച്ച് പറയുക അങ്ങനെ പറഞ്ഞിട്ടില്ല. ഒരു സമരം നടത്തുന്ന ആളുകളോടും നെഗറ്റീവായ സമീപനം ഇടതുപക്ഷത്തിനില്ല. രാഷ്ട്രീയമായി ഇതേത് വന്നാലും റീസണബിളായിട്ട് പറയാത്തത് കേരളത്തിൽ ഏത് കണ്ടാലും അതിന് രാഷ്ട്രീയം കണ്ടെത്താൻ ശ്രമിക്കുന്നത് UDFും BJPയാണ്. എന്നാൽ ഇടതുപക്ഷത്തിൽ നിന്ന് തന്നെ മറ്റൊരു സ്വരം കൂടി വരുന്നുണ്ട്. ആശാവർക്കർമാരുടെ സമരം ന്യായമാണെന്ന് CPI നേതാവ് ആനി രാജ പറയുന്നു. കേൾക്കാം. തൊഴിലാളികളാണവർ. അവർ നടത്തുന്ന സമരം ന്യായമായ സമരമാണ്. തൊഴിലാളികളുടെ ആവശ്യമാണത്. സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനപക്ഷ ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് തന്നെ ആ ഗവൺമെൻറ് തൊഴിലാളികളോട് ആഭിമുഖ്യമുള്ള ഗവൺമെൻറ്റാണ്. അവർ ചർച്ച നടത്തിയിരുന്നു. തീർച്ചയായിട്ടും വീണ്ടും ചർച്ചയുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ ഉറച്ചു വിശ്വസിച്ചു. തീർച്ചയായിട്ടും കേന്ദ്രമാണ് അവരെ തൊഴിലാളികൾ എന്ന് അംഗീകരിക്കേണ്ടത്. സുപ്രീം കോടതിയുടെ മുന്നിൽ പോലും കേന്ദ്രം അവരെ തൊഴിലാളികളായി അംഗീകരിക്കുന്നതിനുള്ള നടപടികൾ കേന്ദ്രം തീർച്ചയായിട്ടും കൈക്കൊള്ളണമെന്ന് ആ ആവശ്യത്തിൽ അവരോടൊപ്പം നിൽക്കും. പ്രതിസന്ധികൾ ഏറെയുണ്ടെങ്കിലും സമരവുമായി മുന്നോട്ടു പോകാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം. ആശാവർക്കർമാരിലുള്ളൊരു ഭീഷണി മാത്രമാണ്, അതിനപ്പുറത്തേക്ക് ഒരു നടപടി എടുക്കാനായിട്ട് കഴിയില്ല. ഈ 3 മാസത്തെ കുടിശ്ശികയെന്ന് പറഞ്ഞ് ഞങ്ങൾ സമരം ചെയ്തിട്ട് ഇപ്പോൾ 17 ദിവസമാകുകയാണ്. ഇതുവരെ കുടിശ്ശിക കൊടുത്ത് തീർക്കാൻ പറ്റാത്തൊരു ഗവൺമെൻറ്റാണ് ഇനി പുതിയ ആളെ എടുത്ത് അവർക്ക് കൂലി കൊടുക്കുമെന്ന് പറയുന്നത്. ഇതെന്തൊരു വിരോധാഭാസമാണ്. ഇതെല്ലാം സമരത്തെ തകർക്കാനുള്ളതാണ്. പക്ഷേ അവർക്ക് സമരത്തിൻ്റെ ന്യായമായി ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ പരിഗണിക്കുക എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിലില്ല. ഒരു തൊഴിലാളികളുടെ ശരിയായ സമരം നടത്തുമ്പോൾ അതിനെ ഇങ്ങനെയൊക്കെയല്ല നേരിടേണ്ടത്. ഇത് എത്രയോ ദിവസം മുമ്പ് സെറ്റിൽ ചെയ്യാവുന്ന ഒരു വിഷയമാണ്. മറ്റെന്തിന്റെയൊക്കെയോ ഇതിൽ വാശി പിടിച്ചാണ് നമ്മളോട്ട് സെറ്റിൽ ചെയ്യാതിരിക്കുന്നത്. പിന്തുണയ്ക്കുന്ന ആളുകൾക്കെതിരെയും കൂടി കേസെടുത്തോണ്ടിരിക്കുക. അങ്ങനെയാണ് ഇവര് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കെതിരെയും കേസെടുക്കേണ്ടി വരും. കേരള പൊതുസമൂഹം ഒന്നടങ്കം നമ്മളെ പിന്തുണച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നിലവിൽ ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന് തന്നെയാണ് CPIയും കരുതുന്നത്. സുനിഷ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സുനിഷ അയലൂർ 17ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. സമരം തുടരുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ജില്ലാ ആസ്ഥാന കേന്ദ്രങ്ങളിലുമൊക്കെ സമരം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ സമരം ഉറച്ചു നേരിടാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാരുമെന്നും അറിയാൻ കഴിയുന്നു. എന്താണ് ഇന്നിപ്പോൾ സമരപ്പന്തലിൽ നിന്ന് നമ്മൾ കണ്ട കാഴ്ചകളും വിവരങ്ങളും? സുനിഷ. അരുൺ, സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ നടത്തുന്ന സമരം 17ാം ദിവസം പിന്നിടുമ്പോഴാണ് ഇനി അങ്ങോട്ടും സമരം കടുപ്പിക്കാനുള്ള ആശാവർക്കർമാരുടെ തീരുമാനം. മാർച്ച് 3-ാം തീയതി നിയമസഭയിലേക്ക് മാർച്ച് നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റ് ജില്ലകളിൽ ജില്ലാ കലക്ടറേറ്റിലേക്കുള്ള മാർച്ച് കൂടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുഭാവപൂർണമായ നിലപാടൊന്നും തന്നെ ഉണ്ടാകാത്തതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ആശാവർക്കർമാർ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ സമരത്തെ പോലീസ് നടപടിയിലൂടെ
അടിച്ചമർത്താനുള്ള ശ്രമമാണ് ഉണ്ടാകുന്നത് എന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട് എന്നതാണ്. കഴിഞ്ഞ 20-ാം തീയതി ആശാവർക്കർമാരുടെ മഹാസംഗമം ഉണ്ടായിരുന്നു. ഈ മഹാസംഗമത്തിൽ പങ്കെടുത്തിട്ടുള്ളവർക്കെതിരെയെല്ലാം ഇപ്പോൾ കന്റോൺമെന്റ് പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. അതിൽ പങ്കെടുത്ത ആളുകൾക്ക് ഉൾപ്പെടെ KG താരക്കും മത്തായിക്കും അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ആശാവർക്കർ സമരത്തിന് പിന്തുണ നൽകുന്ന നേതാക്കന്മാർക്കെതിരെ അടക്കം ഈ കേസെടുക്കുന്ന രീതി അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നിലവിൽ സമരരീതി ശക്തിപ്പെടുത്താൻ കൂടി ആശാവർക്കർമാർ തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കോൺഗ്രസും സമരം ഏറ്റെടുക്കുമെന്ന് പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട്. പ്രധാനമായും യൂത്ത് കോൺഗ്രസ് മാർച്ച് 3-ാം തീയതി ഇവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. നാളെ ഈ പഞ്ചായത്തിന് മുന്നിൽ NHMന്റെ ഉത്തരവ് കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കും കടക്കുന്നു എന്നതാണ്. അതിനിടയിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, എളമരം കരീം പറഞ്ഞ ഈർക്കിളി സംഘടനയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടത്തുന്നത് എന്ന പ്രസ്താവനയ്ക്കെതിരെയും വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത്. ഇതിലും പ്രതിഷേധം ശക്തമാവുകയാണ്. ഇന്ന് KN ബാലഗോപാൽ അടക്കമുള്ളവർ പറഞ്ഞത് അനുഭാവപൂർണമായ നിലപാടെടുക്കുമെന്നുള്ളതാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രത്തെ അറിയിക്കാനുള്ളത് കേന്ദ്രത്തെ അറിയിക്കും. സർക്കാരിന്റെ ഭാഗത്തു നിന്നും സമരക്കാർക്ക് നേരെ അനുഭാവപൂർണമായ നിലപാടുണ്ടാകുമെന്നതാണ് KN ബാലഗോപാൽ. ഏതായാലും